എന്നാൽ ഹേരോദാവിന്റെ കാലം കഴിഞ്ഞ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. തുടർച്ചയായിട്ടുള്ള ബൈബിൾ സ്റ്റഡിയുടെ 7ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഈ വഴിയിലൂടെ പോകുന്ന ആദ്യത്തെ വ്യക്തി നീയല്ല. ഇതേ വഴിയിലൂടെ അനേകർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കള്ളക്കേസിൽപ്പെട്ട് ജയിലിൽ ഏതാനും ദിവസങ്ങൾ കിടക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായി. സുവിശേഷത്തിനു വേണ്ടി പോരാടിയത് നിമിത്തം വിശുദ്ധിക്കും വേർപാടിനും സുവിശേഷ സത്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുകയും സാത്താനും അവന്റെ ദൂതന്മാർക്കുമെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്തത് നിമിത്തം കള്ളക്കേസിൽപ്പെട്ട ഏതാനും ദിവസങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ കർത്താവേ, ഇതിലൊന്നും പോകാതെ മര്യാദയ്ക്ക് വീട്ടിലിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നല്ലോ, ജയിലിൽ കിടക്കേണ്ടതായ അവസ്ഥ വരികയില്ലായിരുന്നല്ലോ. അപ്പോൾ എന്റെ മനസ്സിൽ ഈ ചിന്തയൊക്കെയും വന്നു. സുവിശേഷത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി ജയിലിൽ കിടക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനല്ല. സുവിശേഷത്തിനും സത്യത്തിനുമൊക്കെ വേണ്ടി ജയിലിൽ കിടക്കുന്ന അവസാനത്തെ വ്യക്തിയും ഞാനല്ല. എനിക്ക് മുമ്പേ എത്രയോ ആളുകൾ ജയിലിൽ കിടക്കുകയും പ്രത്യേക കാരണമൊന്നും കൂടാതെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. പത്രോസിനെയും പൗലോസിനെയും ഒക്കെ എന്തിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്? അവരാരെയെങ്കിലും കൊന്നിട്ടാണോ? വധശിക്ഷ അറിയിക്കുന്ന എന്തെങ്കിലും തെറ്റ് അവരാരെങ്കിലും ചെയ്തിട്ടാണോ? അവർ വാസ്തവത്തിൽ ഒരു തെറ്റും ചെയ്തില്ല എങ്കിലും ജീവൻ കൊടുത്ത് അവർ സുവിശേഷത്തിന് സാക്ഷികളാകേണ്ടതായി വന്നു. ജയിലിൽ ഞാൻ കിടന്നു സത്യസുവിശേഷം പറഞ്ഞതിനു വേണ്ടി, പോസ്റ്റിനെതിരെ നിലപാടെടുത്തതിനു വേണ്ടി, ദൈവസഭയിൽ കടന്നുകൂടിയിരിക്കുന്ന സാത്താന്റെ ഏജന്റന്മാർക്കെതിരായി ശബ്ദിച്ചതിനു വേണ്ടി. എന്റെ ചരിത്രം അവസാനത്തേതല്ല. ഞാനല്ല സുവിശേഷത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന അവസാനത്തെ വ്യക്തി. എന്നെ പോലെ അനേകർ ഇനി ജയിലിൽ കിടക്കുവാനുണ്ട്, സുവിശേഷത്തിന് വേണ്ടി മരിക്കുവാനുണ്ട്. കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. കർത്താവിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളല്ല, അവസാനത്തെ വ്യക്തി നിങ്ങളല്ല. നിങ്ങൾ അതിനിടയിലുള്ള ഒരു വ്യക്തി മാത്രമാണ്. ആ വഴിയിലൂടെ യേശു കടന്നു വരുന്നതിന് മുൻപ് തന്നെ പലരും കടന്നുപോയിരുന്നു. യേശുവിന് ശേഷവും അതേ വഴിയിലൂടെ പലരും കടന്നു വന്നു. യേശു നസ്രയത്തിൽ വന്ന് താമസിച്ചത് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരമാണ്. ഞാൻ ജയിലിൽ കിടന്നെങ്കിൽ ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണ്. സത്യത്തിൽ ആ കേസ് പോലും ഉണ്ടാകുന്നതിന് 5 വർഷം മുൻപ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പോരാടുകയാണല്ലോ, എന്നാൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ജയിലിൽ നിങ്ങൾ കിടക്കേണ്ടതായി വരും. അന്ന് ഈ വിഷയം ഞാൻ അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ 5 വർഷം കഴിഞ്ഞ് ആ കാര്യം നിറവേറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നല്ലോ അത് എന്ന്. പട്ടിണി കിടന്നെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. പരിഹാസമേറ്റെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. നസ്രായൻ എന്ന് വിളിച്ച് നിന്നെ ജനങ്ങൾ പരിഹസിക്കുന്നുവെങ്കിൽ അത് ദൈവിക പദ്ധതിയാണ്. നീ നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇന്ന് നസ്രായൻ എന്ന പേര് കേട്ടാൽ ഭൂതങ്ങൾ ഞെട്ടിവിറയ്ക്കും. അപ്പോസ്തലന്മാർ പറയുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗങ്ങൾ സൗഖ്യമാകുന്നു. നീ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് ഒരു പരിഹാസ പേരെന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ പരിഹാസ പേര് പറയുമ്പോൾ ഭൂതങ്ങൾ പിൽക്കാലത്ത് ഞെട്ടിവിറയ്ക്കും, രോഗികൾ സൗഖ്യമാകും. ആ പേരിലൂടെ അനേകർ വിടുതൽ പ്രാപിക്കുവാനിടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളുക, അത് പിൽക്കാലത്ത് വരുവാനുള്ള അനുഗ്രഹത്തിന്റെ ഒരു നാന്ദി മാത്രമാണ്. നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് തികച്ചും യാദൃശ്ചികമായി വന്നു എന്ന് ധരിക്കരുത്. അത് ദൈവിക പദ്ധതിയിൽ കൂടെ വന്നതാണ്. നാം കണ്ടിട്ടില്ലാത്ത, നാം ചിന്തിച്ചിട്ടില്ലാത്ത ചില പദ്ധതികളൊക്കെ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം അപ്രകാരം ചെയ്യുവാനിടയായത്. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്. ദൈവം സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവന് വേണ്ടി ജനിക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല, കയറി കിടക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല. ഇസ്രായേലിൽ രാജാവായി പിറന്നവന് രാജകൊട്ടാരത്തിലല്ല അവൻ വാസമൊരുക്കിയത്, ദാവീദിന്റെ നഗരത്തിൽ പോലുമല്ല വാസമൊരുക്കിയത്. ജനങ്ങളെല്ലാം പരിഹാസ പേര് പറഞ്ഞു വിളിക്കുന്ന ആ നസ്രയത്തിലാണ് ഒരുക്കിയത്. 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാത്തവനായി അവൻ കഴിഞ്ഞുകൂടി, സാധാരണക്കാരനായി കഴിഞ്ഞുകൂടി. ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന മാതൃകയാണ്. പച്ചമരത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ഉണക്കമരത്തിന്റെ സ്ഥിതി എന്താകും?
ദൈവത്തിന്റെ ഏകജാതനായ പുത്രന് വേണ്ടി ദൈവം ഇതാണ് കരുതിയതെങ്കിൽ ഈ പുത്രന്റെ പിന്നാലെ ഇറങ്ങിയ ക്രിസ്ത്യാനിക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പട്ടിണി വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പരിഹാസം ഉണ്ടാകുമ്പോൾ ദൈവമക്കളെ, നാം ദൈവത്തെ പഴിക്കരുത്. നമ്മുടെ നാഥൻ ഇതെല്ലാം അനുഭവിച്ചതല്ലേ? ഇതെല്ലാം അനുഭവിച്ചിട്ട് നമുക്ക് പിന്തുടരാൻ മാതൃക വെച്ചിട്ട് പോകുകയല്ലേ ചെയ്തത്? സമൃദ്ധിയുടെ സുവിശേഷക്കാർ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും മറ്റൊരു സുവിശേഷം പറയുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിനെ കുറിച്ചല്ല അവർ പറയുന്നത്. നമ്മുടെ കർത്താവിന് സുവിശേഷമല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ മാമോനെയാണ് പ്രസംഗിക്കുന്നത്. മാമോൻ കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത്. മാമോനെ സേവിക്കുന്നവർ അതിന്റെ പിന്നാലെ പോകട്ടെ. നസ്രായനായ യേശുവിനെ സേവിക്കുന്നവർ ഇതുപോലുള്ള കഷ്ടതകളെല്ലാം അനുഭവിക്കാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. കഷ്ടത കൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾക്ക് മുമ്പേ ഈ കഷ്ടത അനുഭവിച്ചവനാണ് നമ്മുടെ നാഥൻ. പട്ടിണി അനുഭവിച്ചവനാണ്, ദാഹിച്ചവനാണ്, വിശന്നു വലഞ്ഞവനാണ്, ദരിദ്രനായി ഒന്നുമില്ലാതെ നടന്നവനാണ്, നികുതി കൊടുക്കാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെട്ടവനാണ്. എല്ലാവിധ കഷ്ടതകളും അനുഭവിച്ച് ഒടുവിൽ ക്രൂശിനെ നിന്ദയും സഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്നവന്റെ പിന്നാലെയാണ് നാം ഇറങ്ങിയിരിക്കുന്നത്. ദൈവമക്കളെ, ധൈര്യപ്പെടുക. കഷ്ടത വരുമ്പോൾ ധൈര്യപ്പെടുക. ദുഃഖങ്ങൾ വരുമ്പോൾ ധൈര്യപ്പെടുക. നമ്മുടെ നാഥൻ ഇതെല്ലാം അനുഭവിക്കുകയും നമുക്ക് വേണ്ടി പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടത് യാദൃച്ഛിക സംഭവമല്ല. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ അത് യാദൃച്ഛിക സംഭവമല്ല. ദൈവിക പദ്ധതിയിലുള്ളതാണ് ഈ കഷ്ടതകൾ. ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെയോ മുൻകരുതിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കഷ്ടത. യോസേഫ് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടത് ആവശ്യമാണ്, ജയിലിൽ കിടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവൻ രാജാവാകുമെന്നത് ദൈവമാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ സംഭവിക്കും. അല്ലൻബി ഇവിടേക്ക് വരേണ്ടത് ആവശ്യമായിരുന്നു ഇസ്രായേലിന് രാജ്യം നേടിക്കൊടുക്കുവാൻ. പക്ഷെ അതിൽ 2500-ലധികം വർഷങ്ങൾ ഇസ്രായേൽ ജനം കാത്തിരിക്കേണ്ടതായി വന്നു. ദൈവമക്കളെ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുന്നവൻ ഇന്നുവരെയും ആ രാജഭാരം ഏറ്റിട്ടില്ല. ഇന്നും നസ്രായൻ എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്, മഹാരാജാവെന്നല്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരികയില്ല. എന്നാൽ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചിട്ട് പോയവനാണ് നസ്രായനായ യേശു. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാഥൻ പോയി അതേ വഴിയെ കൂടെ നടക്കുവാൻ ആവശ്യമായ പരിജ്ഞാനം, ആവശ്യമായ കൃപ, ആവശ്യമായ ധൈര്യം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.